ഞാൻ മുല്ലത്തരം ഡാലി മുക്കാഞ്ഞിരം അഥവാ സോമൻ ഭോപ്പാൽപുര. പുതിയൊരു വർഷം കൂടി വന്നു കഴിഞ്ഞു. ഡ്യൂട്ടിയിൽ നിന്ന് വന്നതാണേ. ഞാൻ പണ്ടും സ്ക്രിപ്റ്റുകളൊന്നും എഴുതി വെച്ചല്ല വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ ഒരു പുതിയ വർഷം കൂടി വന്നു. 2024 പോയി. പുതിയ വർഷം വരുമ്പം നമ്മളെല്ലാം ചില തീരുമാനങ്ങളൊക്കെ ഞാൻ എടുക്കും. പുതിയ തീരുമാനങ്ങൾ. അത് പ്രത്യേകിച്ച് നമ്മൾ പിണക്കം. ഈ വർഷം ഞാൻ അവരോട് മിണ്ടാൻ പോകുന്നില്ല. അവളോട് ഇനി ഈ വർഷം എൻ്റെ പട്ടി മിണ്ടത്തില്ല. തീരുമാനങ്ങളാണ്. നമ്മൾ ചില തീരുമാനം എടുക്കും. തീരുമാനം പ്രധാനപ്പെട്ട എന്നായിരിക്കും ഒരു പിണക്കം. എന്തിനാ പിണങ്ങുമെന്ന് ചോദിച്ചാൽ അവർ നമ്മൾ ആഗ്രഹിച്ച പ്രകാരം അവർ പ്രതികരിച്ച് കാണത്തില്ല. ഞാൻ ഒത്തിരി താഴ്ന്നു കൊടുത്താൽ കേട്ടോ, ഒത്തിരി താഴ്ന്നതാണ് അവരുടെ മുമ്പിൽ. നന്ദിയില്ലാത്തവർ. എന്തെല്ലാം ഉപകരണം ഞാൻ ചെയ്തിട്ടുണ്ട്. വേണ്ട, ഈ വർഷം 2025 മിണ്ടാൻ പോകുന്നില്ല. ഒരു കാര്യത്തിനും അങ്ങോട്ട് മിണ്ടാൻ പോകത്തില്ല. വേണ്ട, അങ്ങോട്ട് ബന്ധം നമുക്ക് വേണ്ട. ഇങ്ങനെയൊക്കെ നമ്മൾ 2024 അവസാനത്തിലും 2025 ആദ്യമൊക്കെ തീരുമാനമെടുക്കും. മിണ്ടത്തില്ല, അവരോട് മിണ്ടാൻ പോകുന്നില്ല. നല്ല കാര്യം. ആരോടായി മിണ്ടാതിരിക്കുന്നത്? എൻ്റെ ചോദ്യം, ഒരു നന്മയെങ്കിലും അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും മിണ്ടാതിരിക്കരുത്. അത് വലിയൊരു പാപം പോരാ. അവൻ ചോദിക്കും പാപം എന്താണെങ്കിലും ശരി, ചെറിയ തെറ്റുകൾക്കൊന്നും മിണ്ടാതിരിക്കരുത്. പലരും അങ്ങനെ. ഇപ്പോൾ ഭാര്യ സാധാരണ ഉണ്ട്. അത് പിന്നെ നിമിഷങ്ങൾക്കകം അവരുടെ പിണക്കം അലിഞ്ഞു തീരും. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ അല്ലല്ലോ ചിലരോട് ഞാൻ മിണ്ടത്തില്ല എന്നൊക്കെ പറയാം. ഈ പിണക്കം ഞാൻ മിണ്ടാതിരിക്കുക, ഇതൊക്കെ 2025 ഒഴിവാക്കണമെന്ന എൻ്റെ അഭിപ്രായം. കാരണം അതൊരു കൊടും പാപം, കൊടും ചതിയാണ്. ഒരു ഉപകാരമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി അവർ ചെയ്തിട്ടുണ്ടായിരിക്കും. എണ്ണപ്പെട്ടത് അധികമൊന്നുമില്ലായിരിക്കും, ഒന്നെങ്കിലും കാണും. നിങ്ങളെ മിണ്ടത്തില്ല എന്ന് പറയുന്നവരോട്. ചിലപ്പോൾ സഹോദരന്മാരാകാം, സഹോദരിമാരാകാം. ആ പിണക്കം പിണങ്ങിയിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഒരു വരി പ്രാർത്ഥിക്കുക, അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിണക്കം, ഈ മിണ്ടാതിരിക്കൽ, ഈ 2025 നിങ്ങൾക്ക് ശോഭ തരില്ല. നിങ്ങളുടെ ഉയർച്ചയെ അത് തടയും എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന്. ഞാൻ പറയാം, എനിക്കാണെങ്കിൽ ഒത്തിരി അങ്ങനെ അനുഭവങ്ങളുടെ കഥ വെച്ചാണ് ഞാൻ മിക്കവാറും വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നത്. ഒരിക്കലൂടെ ഓർപ്പിക്കട്ടെ, ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സമയം 5 മണി കഴിഞ്ഞു. അപ്പം ഈ ഞാൻ എൻ്റെ കാര്യം ഞാൻ പറയുമായിരുന്നു. അനുഭവങ്ങൾ കൊണ്ടാണ് ഞാൻ സാധാരണ വീഡിയോകളെല്ലാം ചെയ്യാറുള്ളത്. കൊച്ചുനാളിൽ എൻ്റെ അനിയൻ, നിങ്ങൾക്കൊക്കെ അറിയാം, എൻ്റെ അനിയൻ രാജു മുല്ലത്തളം, പേര് തന്നെ പറഞ്ഞേക്കാം, വിദേശത്താണ്. അവന് ഞാൻ കൊച്ചുനാൾ അവനൊരു 5 വയസ്സ് കാണുമെന്ന് ഓർത്തു. അപ്പോൾ എനിക്കൊരു 7 വയസ്സും അല്ലെങ്കിൽ 8 വയസ്സ്. ഞങ്ങൾ തമ്മിൽ എത്ര വ്യത്യാസമൊക്കെ ഉള്ളൂ, 2-3 വയസ്സിൻ്റെ വ്യത്യാസമൊക്കെ ഉള്ളൂ. അവൻ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഈ മടക്കുന്ന തടിക്കസേരയാണ്, തടി കൊണ്ടുണ്ടാക്കിയ കസേരയാണ്, തടി കൊണ്ടുണ്ടാക്കുന്ന കസേര. ആ കസേരയിൽ ഞാൻ അവനെ കളിപ്പിച്ചു. അമ്മ എന്നെ ഏൽപ്പിച്ചിട്ട് പോയപ്പോൾ ഞാൻ അവനെ കളിപ്പിച്ചപ്പം ഈ കൈയുടെ 2 വിരൽ ആ കസേരയുടെ ഇടയ്ക്ക് പോയി. ഞാൻ ഒറ്റക്കാലിൽ നിന്നുകൊണ്ടൊരു സർക്കസ് കാണിക്കുന്ന പോലെ അവനെ ഒന്ന് കളിപ്പിക്കാൻ ഒന്ന് ചെയ്തതാ. എൻ്റെ കൈ ഇതാ, ക്യാമറയിലൂടെ നിങ്ങളൊന്ന് നോക്കിയ ഈ കൈ ഇത് കണ്ടോ? അവനെ കളിപ്പിച്ചപ്പം മുറിഞ്ഞു പോയതാ. വർഷങ്ങൾ എത്ര കഴിഞ്ഞിരിക്കുന്നു. പിണങ്ങാനാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞ വിഷയങ്ങളുണ്ടാകും. പിണങ്ങാനാണെങ്കിൽ ഇന്നും അവൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. കാരണം നെഞ്ചിലേക്ക് കൈവെക്കുമ്പം ഓർമ്മയ്ക്ക് വേണ്ടി ദൈവം ചെയ്ത കയ്യൊപ്പ്. ഞാൻ അവനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്, നിങ്ങളുടെ സഹോദരന്മാർക്കും നിങ്ങളവരെ കളിപ്പിച്ചിട്ടുണ്ടെങ്കിലോ അവരുടെ ചന്തി കഴുകിയിട്ടുണ്ടെങ്കിലോ ഒരു കയ്യൊപ്പൊക്കെ നിങ്ങളുടെ കയ്യിലും കാണും.
ഈ കൈ കൊണ്ടൊക്കെ അപ്പോൾ അവൻ ഞങ്ങൾ ചെറിയ തെറ്റ് ചെയ്തോണ്ട് ഇവിടെ പിണങ്ങി അവനോട് മിണ്ടത്തില്ല. അവൻ്റെ ഭാര്യ എത്ര ശ്രമിച്ചാലും അവൻ്റെ മക്കൾ എത്ര ശ്രമിച്ചാലും പിണങ്ങാനാവില്ല. കാരണം ഈ നെഞ്ച് ചോട്ടാ ഈ കൈവെക്കുന്നത്. എൻ്റെ മാത്രമല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പിണങ്ങരുത്, നിങ്ങൾ മിണ്ടാതിരിക്കരുത്. നിങ്ങൾ വേണമെങ്കിൽ ഒരു മൗനം ആചരിച്ചാലും മിണ്ടാതിരിക്കരുത്. രണ്ട് അർത്ഥമാണ്. സഹോദരങ്ങളോടാണെങ്കിലും മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയോടും മിണ്ടാതിരിക്കരുത് എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊന്നാണ്, ഈ ഉപദേശം കൊടുക്കാതിരിക്കുകയും വാങ്ങിക്കാതിരിക്കുകയും ചെയ്യുന്നത് കഴിവതും നല്ലത് കാര്യമാണ്. പ്രായമൊക്കെ ഇത്ര ആയില്ലേടാ, പോയി കല്യാണം കഴിക്കാൻ വയ്യ ചിലർ ചോദിക്കുന്നത്, ചുമ്മാ അങ്ങ് ചോദിക്കുന്ന. അവൻ പെണ്ണ് കണ്ട് മടുത്തിരിക്കുകയായിരിക്കും. അല്ലെ പെൺപിള്ളേരെ കാണുമ്പോഴും നിൻ്റെ കല്യാണമൊന്നും ആയില്ലേടി, ഓ കഷ്ടം, പ്രായം ഒത്തിരി കൂടി വരിക അല്ലേ. തമാശയ്ക്കെന്നും നിസ്സാരമെന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ചോദ്യങ്ങൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുമാത്രം ആഘാതം ഏൽപ്പിക്കും എന്ന് നിനക്കറിയില്ല. അങ്ങോട്ടും കൊടുക്കും ഉപദേശം കൊടുക്കുന്നതിന് ഒരു പഞ്ഞോ ഇല്ലല്ലോ. ഉപദേശം നമുക്ക് കിടക്കല്ലേ, ആർക്കെല്ലാം കൊടുക്കാം വാങ്ങിക്കാം. നിസ്സാരമെന്ന് തോന്നുന്ന, ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്, നിങ്ങൾക്കും മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട് ഈ ഉദാഹരണങ്ങൾ. ഈ ഉദാഹരണം കൂടി പറയുന്ന ഈ ഉപദേശങ്ങൾ കഴിവതും ഒഴിവാക്കുക. ആർക്കും കൊടുക്കാതെ ഇരിക്കുക, കഴിവതും സ്വീകരിക്കാതെ ഇരിക്കുക. പുതിയ വർഷത്തിൽ ഇങ്ങനെ ചില നടപടികളുണ്ടെങ്കിൽ നിങ്ങളുടെ 2025 നിങ്ങളെ ഉയരത്തിലേക്ക് നയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഉപദേശിക്കാനും മാത്രമുള്ള അർഹതയുണ്ടോ എന്ന് നിങ്ങൾക്കിവിടെ ചോദിക്കാം. ഉള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത്. പിന്നെ ചില ബന്ധങ്ങൾ നിസ്സാരം ഒരു നൂൽ കെട്ടിയ ബന്ധമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ചില വികാരങ്ങൾ, ഞാൻ പദം തന്നെ ഉപയോഗിക്കട്ടെ, വികാരങ്ങൾ ഉപേക്ഷിക്കരുത് 2025. അത് ഉദാഹരണം ഞാൻ പറയാം. ഈ അപ്പൻ ജീവിച്ചിരിക്കുമ്പം അപ്പനെ ഒരുപക്ഷെ പെൺപിള്ളേരോടാണ്, പെൺകുട്ടികളോട് ഞാൻ പറയും, നിങ്ങളുടെ അപ്പനെ, പ്രായമുള്ള സ്ത്രീകളോടുമായിരിക്കും, നിങ്ങളുടെ അപ്പനെ കാണാൻ നിങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലും. ഇന്ന് നിങ്ങൾ ആ വീട്ടിൽ അതിഥിയാണ്. നിങ്ങൾ ജനിച്ച് വളർന്ന് തല്ലിക്കളിച്ച് വളർന്ന ആ വീട് നിങ്ങൾക്ക് അവിടെ നിന്ന് അതിഥിയായിട്ടാണ് ചെല്ലുമ്പോൾ അപ്പനോടുണ്ടായിരിക്കും, ആ മോൻ വന്നോടാ. സാധാരണഗതിയിൽ എല്ലാ പെൺപിള്ളാരെയും അപ്പൻ മോനെ എന്നാണ് വിളിക്കുന്ന, മോളെ എന്ന് വിളിക്കുന്ന വിളിക്കുമായിരിക്കും. ആ മോനെ നീ വന്നോടാ. ആ ചുങ്ങിച്ചുളുങ്ങിയ കൈകൾ കൊണ്ട് തോളത്തായിരിക്കും തട്ടുന്നത്, തലയിലോട്ടൊന്നും ഇങ്ങനെ ഒന്ന് ഓടുകയായിരിക്കും നിങ്ങളുടെ അപ്പൻ, നിങ്ങളുടെ സ്വന്തം അപ്പൻ. പെൺകുട്ടികളോടായി പറയുന്നത്, നിങ്ങൾ തിരിച്ച് അപ്പൻ്റെ വീട്ടിൽ ചെല്ലുമ്പം, അതായത് നിങ്ങളുടെ കെട്ടിച്ച് വിട്ട നിങ്ങളുടെ സ്വന്തം ആ പഴയ വീട്ടിലേക്ക് നിങ്ങൾ ചെല്ലുമ്പം, അപ്പം മോൻ വന്നോടാ, ആ എപ്പോൾ വന്നു മോനെ, എങ്ങനെയുണ്ട് മോനെ എന്നൊക്കെ പറയുമ്പോൾ ആ തലയോടെ തൊടലൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര മരുന്നാണ് അതിൻ്റെ ശക്തിയൊക്കെ ഉണ്ടല്ലോ. അപ്പം നീ എന്തോ ഡോക്ടറാണെന്നൊക്കെ ചോദിച്ചു കളയും. അനുഭവം കൊണ്ട് പറയുന്ന കളയല്ലേ. 2025 അതൊന്നും ഒരിക്കലും മാറ്റി നിർത്തരുത്. അപ്പൻ്റെ ആ സ്നേഹത്തിന് മുമ്പിൽ കൊച്ചു പിള്ളേരാണെങ്കിലും പെൺപിള്ളേരോട് മാത്രം ഞാനിത് പറഞ്ഞു പ്രത്യേകിച്ച്, കാരണം ആൺപിള്ളേർക്ക് അമ്മയോടാണ് കൂടുതൽ വരും. തിരിച്ച് അമ്മയുടെ അടുത്തും നിങ്ങൾ ചെല്ലണം. ആൺകുട്ടികളോട് പറയുന്നത് അമ്മയുടെ അടുത്ത് ചെല്ലണം. നിങ്ങൾ ദൂരെയാണെങ്കിൽ ചെല്ലണം. ആ സ്നേഹവും സ്നേഹബന്ധവും 2025 എന്ന കാലവും കാലഘട്ടത്തിലും മാറിപ്പോകരുത്. ഇതൊക്കെ നിലനിർത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഉയർച്ചയൊന്നും ആരും തടയാൻ പോകുന്നില്ല, ആർക്കും തടയാനാവത്തുമില്ല. കാരണം ഇതൊക്കെ ഒരു ശക്തി. ദൈവം എന്നൊക്കെ പറയുന്നത് പിന്നെ എന്തുവാണെന്നാണ് നിങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ചില നിരീശ്വരവാദികളൊക്കെ ചോദിക്കും ദൈവം ഉണ്ടോ. ഇതൊക്കെയാണ് ശക്തി. ആ അപ്പനൊന്ന് തൊട്ടേ, അപ്പൻ്റെ വീര്യം, അപ്പനൊന്ന് തടയുന്ന ആ ശക്തി, ഉണ്ടാക്കുന്ന വീര്യ ശക്തി, അത് ഭയങ്കരമാണ്. ആ ഒരു തലോടൽ മതി നിങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കാൻ. നിങ്ങൾ കരഞ്ഞോ കുതിയോ ഒക്കെ ആയിരിക്കും ഒരു പക്ഷേ അപ്പൻ്റെ അടുത്തോട്ട് ചെല്ലുന്നത്, പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും. ആ മോനെ നീ വന്നോ, എന്തോ ഒരു മോനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒന്ന് തൊട്ട് കഴിയുമ്പം കിട്ടുന്ന ആ ആശ്വാസം, അതിന് പകരം വെക്കാനൊന്നും ഇതുവരെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങളൊന്നും കളയല്ലേ. ആരോടും ആവശ്യമില്ലാതെ പിണങ്ങരുത്. അഥവാ പിണങ്ങിയാൽ മിണ്ടാതിരിക്കരുത്, മിണ്ടണം. കാരണം ഒരു കാലത്ത് ഒരു നന്മയെങ്കിലും, ഒരു ചെറിയ നന്മയെങ്കിലും അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഇളയ സഹോദരന്മാരോടോ ഇളയ ആങ്ങളമാരോടോ ഒന്നും മിണ്ടായിരിക്കരുത്. നിങ്ങൾ ചന്തി കഴിയത് അവൻ്റെയൊക്കെ, അവന് വിലവില്ലായിരിക്കാം, അവന് ബോധമില്ലായിരിക്കാം. പോട്ടെന്നേ, എന്തിനാ പിണങ്ങുന്നത്? അവൻ്റെ നന്മയ്ക്ക് വേണ്ടി അല്ലെ അവിടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം.
അവൾ എന്നെ പിണങ്ങായിരിക്കും. ഈ ആവശ്യമില്ലാത്ത ഉപദേശങ്ങൾ അതും അങ്ങ് നിർത്തിയായിരിക്കും. എന്തിനാ ഈ ഉപദേശം? നിങ്ങൾ ഉപദേശിച്ചുകൊണ്ടാണോ ലോകം നന്നാകുന്നത്? പോട്ടെന്നേ. അപ്പനെയും അമ്മയും 2025 അവർക്ക് വേണ്ടി മാറ്റിവെക്കുക, മറക്കാതിരിക്കുക. ഒരിക്കലും അവർ വൃദ്ധാശ്രമത്തിൻ്റെ പടികൾ കാണാതിരിക്കുക, പേര് പോലും കേൾക്കാതിരിക്കട്ടെ. ഞാൻ മുല്ലത്തറം ഡാലി മുക്കാഞ്ഞിരം, പായിപ്പാട് അഥവാ സോമൻ ഭോപ്പാൽപുര.